സാരംഗി ഓൺലൈൻ കളക്ഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 190 റുപ്പീസിന്റെ സാരികളാണ് കാണിക്കുന്നത്. 190 രൂപയുടെ സാരികൾ. അതായത് ഒത്തിരി പ്രാവശ്യം ഞാൻ റീസ്റ്റോക്ക് ചെയ്ത സാരിയാണ്. ഓരോ പ്രാവശ്യം ഞാൻ പറയും ഞാൻ കൊണ്ടുവരില്ല. പിന്നെ ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. കാരണം 190 റുപ്പീസിന്റെ സാരി എന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ സാരി 190 റുപ്പീസിന് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മൾ 2-3 പ്രാവശ്യം ഉടുത്തിട്ട് ആ സാരി പിന്നെ നമുക്ക് കഴുകി വാഷ് ചെയ്യുമ്പോൾ കളർ പോയാലും പ്രിന്റ് പോയാലും ഒക്കെ നമുക്കത് കുറെ പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോൾ നമുക്കതൊരു പിന്നെ ഒരു തൃപ്തി ഉണ്ടല്ലോ. ഒത്തിരി പേര് അതെടുത്ത് ഉടുത്തിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു വന്ന് ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് കുറെ ടീച്ചേഴ്സ് എടുത്തു കേട്ടോ. കാരണം എന്നൊക്കെ ഉടുക്കാൻ നല്ലൊരു സാരിയാണ്. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് 190 രൂപയുടെ സാരിയാണ്. അതിന് അങ്ങേയറ്റത്തെ ക്വാളിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പ്രിന്റ് പോകാം, കളർ പോകാം. ആരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ, എങ്കിലും ഞാൻ പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ക്വാളിറ്റി ഒന്നും വിചാരിച്ചെടുക്കില്ല. പക്ഷെ ഒരു റഫ് യൂസിന് പറ്റുന്ന സാരിയാണ്, നമുക്ക് സാധാ യൂസിന് പറ്റുന്ന സാരികളാണ്. അപ്പൊ ഞാൻ കുറെ സാരികളുണ്ട്, ഓരോന്നോരോന്നായിട്ട് കാണിക്കുമ്പോ എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇതാണ് ഒന്നാമത്തെ സാരി. ഞാൻ ഓരോ സാരിക്ക് നമ്പർ കാണിക്കാം, അതനുസരിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. കാരണം ചില സാരികൾ ബോർഡർ മാത്രം ചിലപ്പോൾ വ്യത്യാസം, ചെറിയൊരു ഡിഫറൻസ് ചിലതിന് കാണുള്ളൂ. കളറ് പോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നല്ലൊരു ആഷാൻ ഗ്രീൻ, പിസ്ത ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഇതിന് ബോർഡർ ആയിട്ട് വരുന്നത്. ഇതാണ് ഇതിന്റെ പല്ലു. ഒന്നും ഭയങ്കര പല്ലു ഒന്നും അല്ല കേട്ടോ, ഒരു സാധാ പല്ലുവാണ്. എടുത്തു പറയത്തക്ക പല്ലുവൊന്നും അല്ല. പിന്നെ ഞാൻ ഇന്നാളും പറഞ്ഞു ഇതിന്റെ ഈ നമ്മൾ കുത്തുന്ന ഭാഗത്ത്, ഉൾഭാഗത്ത് കുറച്ച് ലൈൻ പോലെ വരുന്നത് ഇതിനുണ്ടോ നോക്കട്ടെ. ചില സാരികൾക്കുണ്ട്, ചില സാരികൾക്ക് അതില്ല. ഇത് ബ്ലൗസ് ഇല്ല കേട്ടോ, വിത്തൗട്ട് ബ്ലൗസ് ആണ്. ഇങ്ങനത്തെ ഒരു ലൈൻ പോലെ ഒരു ഭാഗം വരുന്നുണ്ട്. ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു അത് അങ്ങനെ വരുന്നതാണ്, നമ്മുടെ ഉൾഭാഗത്ത് പോണതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അങ്ങനെ വെളിയിൽ കാണുന്നൊരു ഭാഗമൊന്നും അല്ല, നമ്മൾ കുത്തുന്ന ഭാഗത്ത് വരുന്നതാണ്. ഇതൊക്കെ ഞാൻ ആദ്യം എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും കേൾക്കുന്നവര് സോറി കേട്ടോ, ബോറടിക്കുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ വരും. നല്ല കോട്ടൺ സാരിയാണിത്. കോട്ടൺ കുറച്ച് മിക്സ് വരുന്നുണ്ടാവട്ടെ, പ്യുവർ കോട്ടൺ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം 190 രൂപയ്ക്ക് പ്യുവർ കോട്ടൺ സാരി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉടുത്തു കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കും. ഞാനിപ്പോ ഉടുത്തിരിക്കുന്ന സാരി നോക്കൂ, ഈ സാരി സെയിം സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഉടുക്കുമ്പോഴൊക്കെ നല്ല ഒതുങ്ങി വരും, നമുക്ക് നല്ല സുഖമാണ് ഉടുക്കാനും. നല്ലൊരു ഇതായിട്ടിരിക്കും കേട്ടോ. കോട്ടൺ അധികം വെയിറ്റ് ഒന്നുമില്ല ഈ സാരിക്ക്. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കണ്ട. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാൻ. ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതാണ് ഒന്നാമത്തെ സാരി. ഇതിന്റെ പ്രൈസ് വരുന്നത് 190, 190 രൂപ. അടുത്തത് കാണിക്കും. ഇതാണ് രണ്ടാമത്തെ സാരി. ഒരു പീച്ച് ആൻഡ് എന്താ പറയുക, ഒരു വയലറ്റ്, ലൈറ്റ് വയലറ്റ് അല്ല, ആ ഒരു കളർ പോലത്തെ ഒരു കോമ്പിനേഷൻ, ഒരു ബ്ലൂ പോലത്തെ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ വരും. ഇത് നല്ലൊരു ഞാൻ എന്നാളും പറഞ്ഞു, നമ്മുടെ ഒരു ബംഗാൾ കോട്ടൺ സാരി ഉണ്ടല്ലോ, ആ ഒരു ലുക്ക് വരും ഈ സാരിക്ക്. ഒരു 190യുടെ സാരിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല ഇത് കണ്ട. ഇതിന്റെ പല്ലു ഇതേ ഇങ്ങനെ വരും. ബ്ലൗസ് ഇല്ല കേട്ടോ, വിത്തൗട്ട് ബ്ലൗസ് ആണ്. ഇത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ, 50 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അപ്പോൾ 190 പ്ലസ് 50 വരും, 240 റുപ്പീസ് വരും ടോട്ടൽ കേട്ടോ. ഇതാണ് രണ്ടാമത്തെ സാരി. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. അടുത്തത് കാണിക്കാം. ഇതാണ് മൂന്നാമത്തെ സാരി. ഒരു ബ്ലൂ, ഒരു എന്താ സ്കൈ ബ്ലൂ കളറ്, ഓണിയൻ പിങ്ക് ആണ് ബോർഡർ വരുന്നത്. ഇതാണ് പല്ലു. ഇങ്ങനെ വരും പല്ലു കേട്ടോ. ഞാൻ പല്ലു ഒന്നും എടുത്ത് കാണിക്കുന്നില്ല, കാരണം എല്ലാം സെയിം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 190, 190 രൂപ. അടുത്തത് കാണിക്കാം. ഇത് സാരി നമ്പർ 4. ഒരു നല്ലൊരു യെല്ലോ കളറാണ്. ഇതിനകത്ത് ശരിക്കും ഒരു മിക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്യുവർ കോട്ടൺ ആണെന്ന് ഞാൻ പറയുന്നില്ല, ശരിക്കും ഇതിനകത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒരു മിക്സ് ഉണ്ട്. ഇതിങ്ങനെ വരും പല്ലു. ബോർഡർ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോലത്തെ ഒരു ബോർഡർ ആണ് വരുന്നത്. ഇത് സാരി നമ്പർ 4 ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 190, 190. അടുത്തത് കാണിക്കും. അടുത്തത് നല്ലൊരു പിങ്ക് ആൻഡ് ആഷ് കളർ, ആഷ് ലെറ്റർ ചോക്ലേറ്റ് കളർ, ലൈറ്റ് ചോക്ലേറ്റ് കളറിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇങ്ങനെ വരും. സാരി നമ്പർ 5 ആണ് ഇത്. ഇങ്ങനെ വരും കണ്ടോ. സാരി നല്ല സാരി തന്നെയാണ് കേട്ടോ. എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല സാരി തന്നെയാണ്. ഒരു 190 രൂപയുടെ സാരി ഡ്രൈ വാഷ് ചെയ്യാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. കുറച്ച് കളർ ഗാർഡിലോ അല്ലെങ്കിൽ ഒന്ന് ഫസ്റ്റ് ടൈം വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് കഴുകാൻ നോക്കുക കേട്ടോ. അപ്പൊ പിന്നെ അധികം കളർ പ്രിന്റ് ഒന്നും മാഞ്ഞു പോയില്ലല്ലോ. അല്ല നമ്മളിപ്പോ 10,000 രൂപയുടെ പട്ടുസാരി മേടിച്ചാലും നമ്മൾ കഴുകി കഴിഞ്ഞാൽ കളർ പോകും. പക്ഷെ 190 സാരി നമുക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ വരും പല്ലു.
ഇതിന്റെ പ്രൈസ് വരുന്നത് 190, 190 രൂപ. ഞാൻ ഈ പ്രൈസ് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല കേട്ടോ. നമ്മുടെ മലയാളികളല്ലാത്ത കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്, ബാംഗ്ലൂര്, ഡൽഹി, ബോംബെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ പ്രൈസ് പറയുന്നത്. അടുത്ത സാരി കാണിക്കാം. അടുത്തത് സാരി നമ്പർ 6 ആണ്. നല്ല ലൈറ്റ് കളർ ചോക്ലേറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ ലാവണ്ടർ കളർ പോലത്തെ ഒരു ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരും ഈ സാരി. ഇതിന്റെ പ്രൈസ് വരുന്നത് 190. അടുത്തത് കാണിക്കും. അടുത്തത് സാരി നമ്പർ 7. നല്ലൊരു കളർ കോമ്പിനേഷൻ, നല്ലൊരു ബേജ് കളറാണ് കേട്ടോ. ബോർഡർ വരുന്നത് ഇങ്ങനെ വരും, ലൈറ്റ് എന്താ വയലറ്റ് പോലത്തെ ഒരു കളറ് ഇങ്ങനെ വരും. പല്ലു സെയിം തന്നെ കേട്ടോ, ഇങ്ങനെ വരും. 7 സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ വെച്ചിട്ട് എടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. അടുത്തത് കാണിക്കും. അടുത്തത് സാരി നമ്പർ 8. എന്താ പറയാ ഒരു റോസ് കളർ പോലത്തെയാണ് ബോർഡർ വരുന്നത്. ഇതൊരു ഒനിയൻ പിങ്ക് പോലത്തെയാണ് കേട്ടോ ബോഡി വരുന്നത്. പല്ലു ദേ ഇങ്ങനെ വരും. സാരി നമ്പർ 8 ആണ്. ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് നമ്പർ വെച്ച് കാണിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് ഓരോന്ന് ഇങ്ങനെ കാണിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ വരും. അടുത്തത് കാണിക്കും. അടുത്തത് സാരി നമ്പർ 9. ഇങ്ങനെ വരും. ഉണ്ടോ, നല്ലൊരു സാരി അല്ലേ. എല്ലാ സാരികളും നല്ലത് തന്നെ. കണ്ടോ, ഇങ്ങനെ വരും. നല്ലൊരു ബോർഡറും ഒക്കെ വരും. സാരി നമ്പർ 9. പ്രൈസ് വരുന്നത് 190. അടുത്തത് സാരി നമ്പർ 10. നല്ലൊരു ഇതിന് ഈ സാരിക്ക് ചെറിയ പ്രിന്റ് വ്യത്യാസമുണ്ട്, ചെറിയൊരു പ്രിന്റ് ആണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ബോർഡർ വരുന്നത്. സാരി നമ്പർ 10 ആണ്. ബാക്കിയൊക്കെ സെയിം തന്നെ. പല്ലു ഒക്കെ ദേ ഇങ്ങനെ വരും. ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇത്തിരി വ്യത്യാസമായിട്ടുള്ളൂ. ഇങ്ങനെ വരും. സാരി നമ്പർ 10. അടുത്തത് സാരി നമ്പർ 11. ഇങ്ങനെ വരും. നല്ലൊരു എന്താ ഗ്രീനും ഒരു ഡബിൾ കളർ പോലത്തെയാണ്, പീച്ച് കളറാണ് ബോർഡർ വരുന്നത്. സാരി നമ്പർ 11 ആണ്. ഇങ്ങനെ വരും. പ്രൈസ് വരുന്നത് 190, 190 രൂപ. അടുത്തത് കാണിക്കും. അടുത്ത സാരി നമ്പർ 12. ഒരു ഗ്രീൻ കളർ പോലത്തെ സാരിയാണ് കേട്ടോ. നല്ലൊരു ഗ്രീനും ബോർഡർ തന്നെ ഗ്രീൻ തന്നെയാണ് വരുന്നത്. സാരി നമ്പർ 12. പല്ലുദേ ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 13. നല്ലൊരു കളറാണ്. ഞാൻ ഇതുപോലെ ഇതിന്റെ സാമ്യമുള്ള കളർ ഇതിനു മുമ്പ് ഏതോ കാണിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഇത് സാരി നമ്പർ 13 ആണ്. ഒരു എന്താ നല്ലൊരു ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട്. പല്ലുദേ ഇങ്ങനെ വരും. അടുത്തത് കാണിക്കും. അടുത്തത് സാരി നമ്പർ 16. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. കണ്ടോ, ഇങ്ങനെ വരും. പല്ലുദേ ഇങ്ങനെ വരും. നല്ല. അടുത്തത് സാരി നമ്പർ 17 ആണ്. നല്ലൊരു വയലറ്റും നല്ല ബ്ലൂ കളറും ഒക്കെ ഒരു ബോർഡർ ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വരും. നല്ല കളറാണ്. ചെറിയ പ്രിന്റ് ഒക്കെ ആട്ടോ എല്ലാത്തിനും, മിക്കൊന്നും തന്നെ ചെറിയ പ്രിന്റുകളാണ്. ഇത് സാരി നമ്പർ 18. ഇങ്ങനെ വരും. കണ്ടോ, ബ്ലൂ ഇങ്ങനെ വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് സാരി വാങ്ങാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം, അതല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ട് സാരി വാങ്ങാവുള്ളൂ, എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും കേട്ടോ. കാരണം പിന്നീട് ഒരു ഇത് തോന്നരുത്, അതുകൊണ്ടായി പറയുന്നു. സാരി നമ്പർ 18. സാരി നമ്പർ 19 ആണിത്. നല്ലൊരു കളറാണ്. ഇതിൻ്റെയൊക്കെ സാമ്യമുള്ള കളർ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, നോക്കിയിട്ട് പറയണേ. നമ്പർ പ്രത്യേകം വെച്ചിട്ട് വേണം സ്ക്രീൻഷോട്ട് അയക്കാൻ. അറ്റ്ലീസ്റ്റ് നമ്പർ പറയുമെങ്കിലും ചെയ്യണം കേട്ടോ. ഇങ്ങനെ വരും. ഇതിന് ബ്ലൗസ് ഇല്ല കേട്ടോ, വിത്തൗട്ട് ബ്ലൗസാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അത് കണ്ടെങ്കിൽ മാത്രമാണ് ഇത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം, ബ്ലൗസ് എന്ന് പറയുമ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്യും. പിന്നെ ബ്ലൗസ് ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞെന്ന് പറയല്ലേ. ബ്ലൗസ് ഇല്ല. 90. 20 ആണ്.
നല്ലൊരു പീച്ച് കളറാണ് ബോഡി പാർട്ട് വരുന്നത്. സൈഡ് വരുന്നത് ഒരു ആഷ് കളർ പോലത്തെയാണ്. ഇങ്ങനെ വരും. നല്ല സാരി. ഇതാണ് ലാസ്റ്റ് സാരി. സാരി നമ്പർ 21. ഇത് നല്ലൊരു ക്രീം അല്ല, ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഒരു ബോർഡറാണ് വരുന്നത്. ഇങ്ങനെ വരും. കണ്ടോ, ഇങ്ങനെ വരും. കുറേ പ്രാവശ്യം ഞാൻ ഈ സാരികൾ കാണിക്കുന്നു കേട്ടോ. ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലാതെ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. കാരണം ഇത് എന്നോട് നിങ്ങൾക്ക് ഈ സാരി മാത്രമാണ് ചോദിച്ചേക്കല്ല, കാരണം ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സാരി വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്. എന്താണ് 190 റുപ്പീസിൻ്റെ സാരിക്ക് എനിക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒത്തിരി അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കുറഞ്ഞ സാരികൾ കൊണ്ടുവരണേന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ സാരികൾ കാണിക്കുന്നത്. അപ്പം ഇനിയുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല സാരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. കഴിഞ്ഞ ദിവസത്തെ കോൺടെസ്റ്റ് വിന്നറായവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ പ്രൈസ് ക്യാഷ് ബാക്ക് കൊടുത്തിരുന്നു. ഒരാളോട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാരികൾ. ഇതിനകത്ത് ഏതെങ്കിലും വേണ്ടവർ താഴെപ്പുറത്തെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് സാരി വാങ്ങാവുള്ളൂ പ്ലീസ്. അതാണ് എനിക്കൊരു അപേക്ഷയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ബൈ.